യെശയ്യാ 14:17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭൂമി നടുങ്ങുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താതാൻ്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. നിത്യമായൊരു പുള്ളിയെപ്പോലെ വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച് കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടിമതിച്ച ശവം പോലെ നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു, നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്ക് അവനെപ്പോലെ ശവസംസ്കാരം ഉണ്ടാകുകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേര് എന്നും നിലനിൽക്കുകയില്ല. അവൻ്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവശമാക്കുകയും ഭൂതലത്തിൻ്റെ ഉപരിതലത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം ഒരു കൊലനിലം ഒരുക്കിക്കൊള്ളുകയും ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുകയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ബാബയിൽ നിന്നും പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളുടെ ആക്കും. ഞാൻ അതിനെ നാശത്തിൻ്റെ പൂലുകൊണ്ട് തൂത്തുവാരുകയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളിച്ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും എന്ന്. എൻ്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും, എൻ്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും. അങ്ങനെ അവൻ്റെ നുകം അവരുടെ മേൽ നിന്നും നീങ്ങും, അവരുടെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവ്വഭൂമിയെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെ മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമായവൻ ആർ? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മുടക്കുന്നവൻ ആർ? ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകം ഉണ്ടായി. സകല ഫലസ്ത്യദേശമായുള്ളവേ, നിന്നെ അടിച്ചവൻ്റെ വടി ഒടിഞ്ഞുകൊണ്ട് നീ സന്തോഷിക്കേണ്ട. സർപ്പത്തിൻ്റെ വേരിൽ നിന്നൊരണലി പുറപ്പെടും, അതിൻ്റെ ഫലം പറക്കുന്ന അഗ്നി സർപ്പമായിരിക്കും. എളിയവരുടെ ആദിജാതന്മാർ മേയും, ദരിദ്രന്മാർ നിർഭയമായി കിടക്കും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് മരിക്കുമാറാക്കും, നിന്റെ ശേഷിപ്പിനെ അവൻ കൊല്ലും. വായിലെ അലറുക, പട്ടണമേ നിലവിളിക്കുക. സകല ഫലസ്ത്യദേശവുമായുള്ളവയെ നീ അലിഞ്ഞുപോയി. വടക്ക് നിന്നൊരു പുക വരുന്നു, അവൻ്റെ ഗണങ്ങളിൽ ഉഴുന്നു നടക്കുന്ന ഒരുവനുമല്ല. ജാതികൾ ദൂതന്മാരുടെ കിടക്കുന്ന മറുപടിയോ, യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ അവൻ്റെ ജനത്തിൻ്റെ അരിഷ്ടതകൾ ശരണം പ്രാപിക്കും എന്നാണത്രേ.